ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ചാക്കോച്ചൻ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സാഡ് സ്ട്രക്ചർ ആയിരിക്കും. സെന്റൻസ് സ്ട്രക്ചർ, ജർമ്മൻ ലാംഗ്വേജിലെ സെന്റൻസ് സ്ട്രക്ചർ ആയിരിക്കും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൽ 3 ടൈപ്പ് സെന്റൻസ് ആണ് വരുന്നത്. ഏതൊക്കെ? ഔസാഗെസെറ്റ്സ്, ഡിക്ലറാറ്റീവ് സെന്റൻസസ്, ഫ്രാഗെസെറ്റ്സ്, ഇന്ററോഗേറ്റീവ് സെന്റൻസസ്, ബെഫേൽസെറ്റ്സ്, ഇമ്പരാറ്റീവ് സെന്റൻസസ്. ഏതൊക്കെ ടൈപ്പ് സെന്റൻസ് ആണ് ജർമ്മൻ ലാംഗ്വേജിൽ വരുന്നത്? ഔസാഗെസെറ്റ്സ്, ഫ്രാഗെസെറ്റ്സ്, ബെഫേൽസെറ്റ്സ്. ഇങ്ങനെ 3 ടൈപ്പ് സെന്റൻസ് ആണ് ജർമ്മൻ ലാംഗ്വേജിൽ മെയിൻ ആയിട്ട് നമ്മൾ കാണുന്നത്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളതുപോലെ തന്നെ ഡിക്ലറേറ്റീവ്, ഇന്ററോഗേറ്റീവ്, ഇമ്പരാറ്റീവ്, ഈ 3 ടൈപ്പ് ഓഫ് സെന്റൻസസ് ആണ് ജർമ്മൻ ലാംഗ്വേജിൽ വരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ 2 പാർട്ടായിട്ട് തിരിക്കുന്നുണ്ട്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഔസാഗെസെറ്റ്സെയും ഫ്രാഗെസെറ്റ്സെയും പഠിക്കും. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ബെഫേൽസെറ്റ്സെയും പഠിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് ഔസാഗെസെറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിക്ലറാറ്റീവ് സെന്റൻസസ് ആയിരിക്കും. ഇനി എന്താണ് ഡിക്ലറാറ്റീവ് സെന്റൻസ്? ദി ഡിക്ലറാറ്റീവ് സെന്റൻസ് ഈസ് എ സെന്റൻസ് വിച്ച് സ്റ്റേറ്റ്സ് എ ഫാക്ട്, ഒപ്പീനിയൻ, ഇൻഫോർമേഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ്. ഡിക്ലറാറ്റീവ് സെന്റൻസ് നമ്മൾ എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? നമ്മളൊരു ഫാക്ട് പറയാനായി, ഒപ്പീനിയൻ പറയാനായി, ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനായി, സ്റ്റേറ്റ്മെന്റ് പറയാനായി. ഈ കേസുകളിലെല്ലാം നമ്മൾ ഉപയോഗിച്ച് വരുന്നത് ഡിക്ലറാറ്റീവ് സെന്റൻസസ് ആണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതും സംസാരിക്കുമ്പോഴും എല്ലാം ഡിക്ലറാറ്റീവ് ഫോമിലായിരിക്കും നമ്മൾ സംസാരിക്കുക. അപ്പം നമ്മുടെ ഡിക്ലറാറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ ഔസാഗെസെറ്റ്സിലേക്ക് ഒരു ഫോർമുല വരുന്നുണ്ട്. ആ ഫോർമുല നമുക്ക് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിക്ലറാറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ ഔസാഗെസെറ്റ്സെ രൂപീകരിക്കാൻ വളരെ ഈസിയാണ്. ഇനി ഫോർമുല എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് അതർ എലമെന്റ്. ഇതാണ് നമ്മുടെ ഡിക്ലറാറ്റീവ് സെന്റൻസിന്റെ ഫോർമുല. സബ്ജക്റ്റിനോട് വെർബ് കോൺജുഗേറ്റ് ചെയ്യും, പിന്നെ എന്തും വരാം, അതർ എലമെന്റ്സ് എന്തും ആവാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ ആം തോമസ് മുള്ളർ. ഐ ആം തോമസ് മുള്ളർ. ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? ഐ സബ്ജക്റ്റ് ഉണ്ട്, വെർബില്ലേ, ആം ടു ബി എന്ന വെർബും വരുന്നുണ്ട്, ആം സൈൻ, പിന്നെ തോമസ് മുള്ളർ അതർ എലമെന്റ്. അപ്പൊ ഇതെങ്ങനെ എഴുതും? ഇഹ് ബിൻ, സബ്ജക്റ്റിനോട് നമ്മുടെ വെർബ് കോൺജുഗേറ്റ് ചെയ്തു, ഇഹ് ബിൻ തോമസ് മുള്ളർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് അതർ എലമെന്റ്. ഇനി അടുത്ത ഒരു സെന്റൻസ് നമുക്ക് നോക്കാം. യു പ്ലേ ഫുട്ബോൾ. നീ ഫുട്ബോൾ കളിക്കുക. ഇതിലെന്തൊക്കെയുണ്ട്? യു സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, അതർ എലമെന്റ് ഉണ്ട്. ദു സ്പീൽസ്റ്റ് ഫുട്ബോൾ. നമ്മുടെ സബ്ജക്റ്റ് ആയ ദുവിനോട് വെർബ് കോൺജുഗേറ്റ് ചെയ്തു, വെർബ് സ്റ്റെം പ്ലസ് എസ്. ദു സ്പീൽസ്റ്റ് ഫുട്ബോൾ. ഇനി അടുത്തൊരു എക്സാമ്പിൾ. തോമസ് റീഡ്സ് ബുക്ക്. തോമസ് ബുക്ക് വായിച്ചു. തോമസ് എന്താണ്? ഇതിലെ സബ്ജക്ട്. തോമസ് എന്താണ്? എർ. അപ്പൊ എറിന്റെ കോൺജുഗേഷൻ ആയിരിക്കും വരേണ്ടത്. തോമസ് ലീസ്റ്റ്. ഇത് ഈ ഐ ആകുന്ന വെർബാണ്. ലേസൺ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? തോമസ് ലീസ്റ്റ് ബുക്ക്. തോമസ് ബുക്ക് വായിച്ചു. അലീന കുക്സ് പിസ്സ. അലീന പിസ്സ കുക്ക് ചെയ്തു. എങ്ങനെ പറയും? ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. ഈ വെർബ് ഏതിൽ കോൺജുഗേറ്റ് ചെയ്യും? എർസിഎസിലെ സിക്കകത്ത്, ഷീക്കകത്ത് കോൺജുഗേറ്റ് ചെയ്യും. കുക്സ് പിസ്സ. സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, അതർ എലമെന്റ് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ എഴുതും? അലീന കോക്ഡ് പിസ്സ. അലീന കോക്ഡ് പിസ്സ. വെർബ് സ്റ്റെം പ്ലസ് ടി. ഇറ്റ് ഈസ് എ കാർ. എങ്ങനെ പറയും? എസ് ഈസ്റ്റ് ഐൻ ഔട്ടോ. അടുത്തൊരു എക്സാമ്പിൾ. വി ലേൺ ജർമ്മൻ. എന്തൊക്കെയുണ്ട്? സബ്ജക്ട് വി ഉണ്ട്, വെർബ് ലേണൻ ഉണ്ട്, അതർ എലമെന്റ് ഉണ്ട്. എങ്ങനെ എഴുതും? വി ആർ ലേണൻ ഡോയ്ച്ച്. സബ്ജക്റ്റിനോട് നമ്മുടെ വെർബ് കോൺജുഗേറ്റ് ചെയ്തു, വെർബ് സ്റ്റെം പ്ലസ് ഇഎൻ. ഇനി അടുത്തൊരു എക്സാമ്പിൾ. യു ഓൾ സ്റ്റഡി വെൽ. നിങ്ങൾ എല്ലാവരും നന്നായി പഠിക്കുക. എങ്ങനെ പറയും? ഇയർ സ്റ്റുഡിയേറ്റ് ഗുഡ്. ഇനി അവസാനം ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കാം. ദേ ഡു ദി പ്രോജക്ട്. ദേ ഡു ദി പ്രോജക്ട്. എങ്ങനെ പറയും? സി മാഹൻ ദസ് പ്രോജക്ട്. സി മാഹൻ ദസ് പ്രോജക്ട്. അപ്പോൾ ഡിക്ലറാറ്റീവ് സെന്റൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തായിരുന്നു അതിന്റെ ഫോർമുല? സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് അതർ എലമെന്റ്. നമ്മുടെ വെർബ് സബ്ജക്റ്റിനോട് കോൺജുഗേറ്റ് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ എന്താണോ അത് ഇട്ട് കൊടുക്കുക. അപ്പം ഡിക്ലറാറ്റീവ് സെന്റൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് രണ്ടാമത്തെ കേസ്, ഫ്രാഗെസെറ്റ്സ്. ഫ്രാഗെസെറ്റ്സ് അല്ലെങ്കിൽ ഇന്ററോഗേറ്റീവ് സെന്റൻസസ്. ഇനി എന്താണ് ഇന്ററോഗേറ്റീവ് സെന്റൻസസ്? ദി ഇന്ററോഗേറ്റീവ് സെന്റൻസസ് ആർ ദി സെന്റൻസസ് വിച്ച് വി യൂസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് സെന്റൻസുകളാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസസ്. ഇറ്റ് ക്യാൻ ബി ഐദർ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഓർ ഇറ്റ് ക്യാൻ ബി WH ക്വസ്റ്റ്യൻസ്. അതൊന്നെങ്കിൽ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകാം, അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻ ആകാം. അപ്പോൾ ഇന്ററോഗേറ്റീവിനെ നമ്മൾ രണ്ടായി തിരിക്കുന്നുണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യനും WH ക്വസ്റ്റ്യനും. അതിലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ യാ ഓർഡർ 9 ഫ്രാഗയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. എന്താണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്? യാ ഓർഡർ 9 ഫ്രാഗെ അല്ലെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യാ ഓർഡർ 9 ഫ്രാഗയ്ക്കും ഒരു ഫോർമുലയുണ്ട്. എന്താണ് നമ്മുടെ ഫോർമുല നോക്കാം. വെർബ്
പ്ലസ് സബ്ജക്ട് പ്ലസ് അതർ എലമെന്റ്. ഇതാണ് യാ ഓർഡർ 9 ഫ്രാഗയുടെ ഫോർമുല. വെർബ് പ്ലസ് സബ്ജക്ട് പ്ലസ് അതർ എലമെന്റ്. ഇനി നമുക്ക് നമ്മുടെ 9 സബ്ജക്റ്റിന്റെ കൂടെയും യാ ഓർഡർ 9 ഫ്രാഗയിലെ എക്സാമ്പിൾ ഉണ്ടാക്കി നോക്കാം. ഒന്നാമതായി ഞാൻ എടുക്കാൻ പോകുന്നത് ഇഹ്, ഐ അല്ലെങ്കിൽ ഞാൻ. ഓക്കെ, ഞാൻ അതിനായി ആദ്യം ഒരു ഔസാഗെ സെറ്റ്സ് അല്ലെങ്കിൽ ഒരു ഡിക്ലറാറ്റീവ് സെന്റൻസ് എടുക്കാൻ പോവാം. ഐ ലീവ് ഇൻ ബെർലിൻ എങ്ങനെ പറയും? ഇഹ് വോനെ ഇൻ ബെർലിൻ. ഈ സെയിം സെന്റൻസിനെ നമുക്ക് എങ്ങനെ ഒരു യാ ഓർഡർ 9 ഫ്രാഗെ ആക്കാം? ഡു ഐ ലീവ് ഇൻ ബെർലിൻ, ഡു ഐ ലീവ് ഇൻ ബെർലിൻ. ഈ ഔസാഗെ സെറ്റ്സിനെ യാ ഓർഡർ 9 ഫ്രാഗെ ആക്കുമ്പോൾ എന്താ ചേഞ്ച് വരുന്നത്? ആദ്യം എന്ത് വരും? വെർബ് പ്ലസ് സബ്ജക്ട്. അപ്പൊ ഇത് യാ ഓർഡർ 9 ആക്കുമ്പോൾ എങ്ങനെ പറയും? വോനെ ഇഹ് ഇൻ ബെർലിൻ, വോനെ ഇഹ് ഇൻ ബെർലിൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സബ്ജക്റ്റിനോട് വെർബ് കോൺജുഗേറ്റ് ചെയ്ത് എഴുതുന്നു, വോനെ ഇഹ് ഇൻ ബെർലിൻ. ഇനി നമുക്ക് രണ്ടാമതായി ഡൂവിൽ ഒരു എക്സാമ്പിൾ നോക്കാം. യു അല്ലെങ്കിൽ നീ. അതിനായി ഞാൻ ഒരു ഔസാഗെ സെറ്റ്സ് എടുക്കുകയാണ്. യു പ്ലേ ഫുട്ബോൾ, യു പ്ലേ ഫുട്ബോൾ. അതെങ്ങനെ പറയും? ദു സ്പീൽസ്റ്റ് ഫുട്ബോൾ. ഇനി ഈ സെയിം ഔസാഗെ സെറ്റ്സിനെ എങ്ങനെ യാ ഓർഡർ 9 ഫ്രാഗെ ആക്കും? ഡു യു പ്ലേ ഫുട്ബോൾ, ഡു യു പ്ലേ ഫുട്ബോൾ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് വെർബ്, ഇതിനകത്ത് വെർബ് ഏതാണ്? സ്പീലൻ. സ്പീൽസ്റ്റ് ദു ഫുട്ബോൾ, സ്പീൽസ്റ്റ് ദു ഫുട്ബോൾ. നമ്മുടെ സബ്ജക്റ്റിനോട് വെർബ് കോൺജുഗേറ്റ് ചെയ്തു, വെർബ് ഫസ്റ്റ് വന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എറിൽ ഒരു എക്സാമ്പിൾ നോക്കാം. എർ എന്താണ്? ഹി അല്ലെങ്കിൽ അവൻ. ഹി റീഡ്സ് ബുക്ക്, ഹി റീഡ്സ് ബുക്ക്. എങ്ങനെ നമ്മൾ പറയും? എർ ലീസ്റ്റ് ബുക്ക്, എർ ലീസ്റ്റ് ബുക്ക്. ഈ ഔസാഗെ സെറ്റ്സിനെ എങ്ങനെ നമുക്കൊരു യാ ഓർഡർ 9 ആക്കാം? ഡസ് ഹി റീഡ് ബുക്ക്, ഡസ് ഹി റീഡ് ബുക്ക്. എങ്ങനെ പറയും? ലീസ്റ്റ് എർ ബുക്ക്, ലീസ്റ്റ് എർ ബുക്ക്. ഇതൊരു ഇറഗുലർ വെർബാണ്, ഈ ഐ ആവുന്ന കേസാണ്, അതാണ് ലീസ്റ്റ് എർ ബുക്ക്. അടുത്ത് നമുക്ക് സി, ഷീൽ അല്ലെങ്കിൽ അവളിൽ ഒരു എക്സാമ്പിൾ ഉണ്ടാക്കി നോക്കാം. ഷീ കുക്ക് പിസ്സ എന്നൊരു ഡിക്ലറാറ്റീവ് സെന്റൻസ് എടുത്തു. എങ്ങനെ എഴുതും നമ്മൾ? സി കോക്ക്ഡ് പിസ്സ. ഇനി ഈ സെന്റൻസിനെ നമുക്ക് യാ ഓർഡർ 9 ആക്കി എങ്ങനെ എഴുതാം? ഡസ് ഷീ കുക്ക് പിസ്സ. എങ്ങനെ നമ്മൾ എഴുതും? ഇതിനകത്ത് വെർബ് ഏതാണ്? ടു കുക്ക്. അപ്പം കോക്ക് സി പിസ്സ, കോക്ക്ഡ് സി പിസ്സ. ഇനി നമുക്ക് എസ്സിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഇറ്റ് അല്ലെങ്കിൽ അത്. അതിനായി ആദ്യം ഞാൻ ഒരു ഔസാഗെ സെറ്റ്സ് എടുക്കുവാണ്. ഇറ്റ് ഈസ് എ കാർ. എങ്ങനെ പറയും? എസ് ഇസ് ടൈം ഔട്ടോ. ഇനി ഈ സെയിം ഔസാഗെ സെറ്റ്സിനെ നമുക്ക് എങ്ങനെ യാ ഓർഡർ 9 ആക്കാം? ഈസ് ഇറ്റ് എ കാർ. എങ്ങനെ പറയും? ഈസ്റ്റ് എസ് ഐൻ ഔട്ടോ, ഈസ്റ്റ് എസ് ഐൻ ഔട്ടോ. ഇനി നമുക്ക് വിയറിൽ ഒരു എക്സാമ്പിൾ നോക്കാം. വി ലേൺ ജർമ്മൻ എന്നൊരു ഔസാഗെ സെറ്റ്സ് ഞാൻ എടുത്തു. എങ്ങനെ പറയും? വിയർ ലേണൻ ഡോയ്ച്ച്. ഈ സെയിം സെന്റൻസിനെ എങ്ങനെ യാ ഓർഡർ 9 ഫ്രാഗെ ആക്കും? ഡു വി ലേൺ ജർമ്മൻ, ഡു വി ലേൺ ജർമ്മൻ. എങ്ങനെ പറയും? ലേണൻ വിയർ ഡോയ്ച്ച്, വെർബ് പ്ലസ് സബ്ജക്ട്. സബ്ജക്റ്റിനോട് വെർബ് കോൺജുഗേറ്റ് ചെയ്തു. ഡു വി ലേൺ ജർമ്മൻ എങ്ങനെ പറയും? ലേണൻ വിയർ ഡോയ്ച്ച്, ലേണൻ വിയർ ഡോയ്ച്ച്. ഇനി നമുക്ക് ഇയറിൽ എക്സാമ്പിൾ നോക്കാം. യു ഓൾ അല്ലെങ്കിൽ നിങ്ങൾ. അതിനായി ഞാൻ ആദ്യം ഒരു ഔസാഗെ സെറ്റ്സ് എടുക്കുകയാണ്. യു ഓൾ സ്റ്റഡി വെൽ, യു ഓൾ സ്റ്റഡി വെൽ. എങ്ങനെ പറയും? ഇയർ സ്റ്റുഡിയേറ്റ് ഗുഡ്, ഇയർ സ്റ്റുഡിയേറ്റ് ഗുഡ്. ഇനി ഇതിനെ നമുക്ക് യാ ഓർഡർ 9 ഫ്രാഗെ എങ്ങനെ ആക്കാം? ഡു യു ഓൾ സ്റ്റഡി വെൽ, ഡു യു ഓൾ സ്റ്റഡി വെൽ. നിങ്ങൾ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടോ? എങ്ങനെ പറയും? സ്റ്റുഡിയേറ്റ് ഇയർ ഗുഡ്, സ്റ്റുഡിയേറ്റ് ഇയർ ഗുഡ്. ഇനി നമുക്ക് ക്യാപിറ്റൽ സി അല്ലെങ്കിൽ യു ഫോർമൽ താങ്കളുടെ ഒരു എക്സാമ്പിൾ നോക്കാം. അതിനായി ഞാൻ ആദ്യം ഒരു ഡിക്ലറാറ്റീവ് സെന്റൻസ് എടുക്കുകയാണ്. യു ആർ ഗ്രേറ്റ്. എങ്ങനെ പറയും? സി സിൻഡ് ടോൾ, സി സിൻഡ് ടോൾ. ഈ സെയിം സെന്റൻസിനെ നമുക്ക് യാ ഓർഡർ 9 ഫ്രാഗെ ആക്കാം. ആർ യു ഗ്രേറ്റ്, ആർ യു ഗ്രേറ്റ്. എങ്ങനെ പറയും? സിൻസി ടോൾ, വെർബ് പ്ലസ് സബ്ജക്റ്റ്. ഇനി നമ്മുടെ ലാസ്റ്റ് എക്സാമ്പിൾ സി, സ്മോൾ ലെറ്റർ സി. ദേ അല്ലെങ്കിൽ അവർ. അതിൽ നമുക്ക് എക്സാമ്പിൾ ഉണ്ടാക്കി നോക്കാം. ആദ്യത്തെ ഡിക്ലറാറ്റീവ് സെന്റൻസ് എടുക്കുകയാണ്. ദേ ഡു ദി പ്രോജക്ട്, ദേ ഡു ദി പ്രോജക്ട്. എങ്ങനെ പറയും? സി മാഹൻ ദി പ്രോജക്ട്, സി മാഹൻ ദി പ്രോജക്ട്. ഈ ഔസാഗെ സെറ്റ്സിനെ നമുക്ക് യാ ഓർഡർ 9 ഫ്രാഗെ ആക്കുമ്പോൾ എങ്ങനെ വരും? ഡു ദേ ഡു ദി പ്രോജക്ട്, ഡു ദേ ഡു ദി പ്രോജക്ട്. എങ്ങനെ പറയും? മാഹൻ സി ദി പ്രോജക്ട്, മാഹൻ സി ദി പ്രോജക്ട്. ഇത്രയുമാണ് നമ്മുടെ യാ ഓർഡർ 9 ഫ്രാഗയുടെ എക്സാമ്പിളുകൾ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വേവ് ഫ്രാഗെ. വേവ് ഫ്രാഗെ എന്താണ്? WH ക്വസ്റ്റ്യൻസ്. യാ ഓർഡർ 9 ഫ്രാഗയിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ വേവ് ഫ്രാഗയിലും നമുക്ക് ഒരു ഫോർമുലയുണ്ട്. ഫോർമുല എന്താണെന്ന് നമുക്കിനി നോക്കാം. വേവ് ഫ്രാഗയുടെ ഫോർമുല: വേവ് ഫ്രാഗെ പ്ലസ് വെർബ് പ്ലസ് സബ്ജക്ട് പ്ലസ് അതർ എലമെന്റ്. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. വേവ് ഫ്രാഗെ പ്ലസ് വെർബ്
പ്ലസ് സബ്ജക്റ്റ് പ്ലസ് അതർ എലമെന്റ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യം വേഫ്രാഗ്, അതിനുശേഷം വെർ, പിന്നെ അതിനുശേഷം സബ്ജക്റ്റ്. ഈ ഫോർമുല ഒരു 3 വേഫ്രാഗുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത് ഏതൊക്കെയാ വേഫ്രാഗ് എന്ന് നോക്കി വെച്ചോളുക. വെൽഷെ, വി ഫീൽ, വി ഫീലെ, വിച്ച്, ഹൗ മെനി, ഹൗ മച്ച്. ഈ 3 വേഫ്രാഗുകളിൽ മാത്രം ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വേഫ്രാഗ് വളരെ ചുരുക്കം രീതിയിൽ മാത്രമേ പഠിച്ചു പോകുന്നുള്ളൂ. വേഫ്രാഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിന്റെ തന്നെ നമുക്ക് വീഡിയോ പുറകെ ചെയ്യാം. അപ്പോൾ നമ്മൾ വേഫ്രാഗയുടെ ഫോർമുല പഠിച്ചു. ഇനി നമുക്ക് നമ്മുടെ 9 സബ്ജക്റ്റിന്റെ കൂടെയും വേഫ്രാഗെ ബിൽഡ് ചെയ്ത് നോക്കാം. അതിന് മുന്നോടിയായി നിങ്ങൾ ഒരു 5 വേഫ്രാഗെ അറിഞ്ഞിരിക്കണം. ഒരു 5 വേഫ്രാഗെ നമുക്ക് പഠിക്കാം. ഒന്നാമതായി വാട്ട്. വാട്ട് എന്താണ് ജർമ്മനിൽ? വാസ്. വാട്ട്, വാസ്. വെൻ, വാൻ. വെൻ, വാൻ. വെയർ, വോ. വെയർ, വോ. വൈ, വാറും. വൈ, വാറും. ഹു, വെർ. ഹു, വെർ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് നമ്മൾ 5 വേഫ്രാഗെ പഠിക്കുന്ന ഏതൊക്കെ? വാസ്, വാൻ, വോ, വാറും, വെർ എന്നിങ്ങനെ 5 വേഫ്രാഗെ പഠിച്ചു. ഇനി നമുക്ക് നമ്മുടെ ഓരോ സബ്ജക്റ്റിന്റെ കൂടെ നമുക്ക് വേഫ്രാഗെ ബിൽഡ് ചെയ്ത് നോക്കാം. ഒന്നാമതായി നമ്മൾ എടുക്കാൻ പോകുന്ന ഇഹ്, ഐ അല്ലെങ്കിൽ ഞാൻ. അതിനായി ആദ്യം നമ്മളൊരു ഔസാഗെ സെറ്റ്സെ എടുക്കുവാണ്. മുമ്പേ എടുത്ത ഔസാഗെ സെറ്റ്സെ ആയ ഐ ലീവ് ഇൻ ബെർലിൻ എങ്ങനെ പറയും? ഇഹ് വോനെ ഇൻ ബെർലിൻ. ഈ ഔസാഗെ സെറ്റ്സിനെ എങ്ങനെ ഒരു വേഫ്രാഗെ ആക്കാം നമുക്ക്? വേർ ഡു ഐ ലീവ് എങ്ങനെ ചോദിക്കും? വോ, വോനെ, ഇഹ്. വോ, വോനെ, ഇഹ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വേഫ്രാഗെ പ്ലസ് വെർ പ്ലസ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിനോട് നമ്മുടെ വെർബ് കോൺജുഗേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഡൂയിൽ ഒരു എക്സാമ്പിൾ നോക്കാം. യു പ്ലേ ഫുട്ബോൾ. യു പ്ലേ ഫുട്ബോൾ എങ്ങനെ പറയും? ദു സ്പീൽസ്റ്റ് ഫുട്ബോൾ. ദു സ്പീൽസ്റ്റ് ഫുട്ബോൾ. ഇനി ഈ ഔസാഗെ സെറ്റ്സിനെ എങ്ങനെ നമുക്കൊരു വേഫ്രാഗെ ആക്കാം? വെൻ ഡു യു പ്ലേ ഫുട്ബോൾ. വെൻ ഡു യു പ്ലേ ഫുട്ബോൾ എങ്ങനെ പറയും? വാൻ സ്പീൽസ്റ്റ് ദു ഫുട്ബോൾ. വാൻ സ്പീൽസ്റ്റ് ദു ഫുട്ബോൾ. വേഫ്രാഗെ പ്ലസ് വെർ പ്ലസ് സബ്ജക്റ്റ്. സബ്ജക്റ്റിനോട് നമ്മുടെ വെർബ് കോൺജുഗേറ്റ് ചെയ്യുന്നു. വേഫ്രാഗെ പ്ലസ് വെർ പ്ലസ് സബ്ജക്റ്റ്, ഫുട്ബോൾ അതർ എലമെന്റ്. അതെന്തും വരാം. അടുത്തൊരു എക്സാമ്പിൾ എറിൽ നമുക്ക് നോക്കാം. ഹി റീഡ് ബുക്ക്. ഹി റീഡ് ബുക്ക് എങ്ങനെ പറയും? എർലീസ്റ്റ് ബുക്ക്. ഇനി ഈ ഔസാഗെ സെറ്റ്സിനെ എങ്ങനെ നമുക്കൊരു വേഫ്രാഗെ ആക്കാം? വെൻ ഡസ് ഹി റീഡ് ബുക്ക്. വെൻ ഡസ് ഹി റീഡ് ബുക്ക് ഇങ്ങനെ ചോദിക്കാൻ പോലെ എപ്പോഴാണ് അവൻ ബുക്ക് വായിക്കുന്നത് എങ്ങനെ പറയാം നമുക്ക്? വാൻ ലീസ്റ്റർ ബുക്ക്. വാൻ ലീസ്റ്റർ ബുക്ക്. ഇനി അടുത്ത സിയിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഷീ കുക്ക് പിസ്സ എങ്ങനെ പറയും? സി കോക്ക്ഡ് പിസ്സ. സി കോക്ക്ഡ് പിസ്സ. ഇനി ഈ ഔസാഗെ സെറ്റ്സിനെ എങ്ങനെ നമുക്കൊരു വേഫ്രാഗെ ആക്കാം? വാട്ട് ഡസ് ഷീ കുക്ക്. എന്താണ് അവൾ കുക്ക് ചെയ്തത് എങ്ങനെ ചോദിക്കും? വാസ് കോക്ക്ഡ് സി. വാസ് കോക്ക്ഡ് സി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് എസിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഇറ്റ് ഈസ് എ കാർ. ഇറ്റ് ഈസ് എ കാർ. എസ് ഈസ് ടൈം ഔട്ടോ. ഈ ഔസാഗെ സെറ്റ്സിനെ എങ്ങനെ നമുക്കൊരു വേഫ്രാഗെ ആക്കാം? വാട്ട് ഈസ് ഇറ്റ് എങ്ങനെ ചോദിക്കും? വാസ് ഈസ്റ്റ് യെസ്. വാസ് ഈസ്റ്റ് യെസ്. വേഫ്രാഗെ പ്ലസ് വെർ പ്ലസ് സബ്ജക്റ്റ്. ഇനി നമുക്ക് വിയറിൽ ഒരു എക്സാമ്പിൾ നോക്കാം. വി ലേൺ ജർമ്മൻ എങ്ങനെ പറയും? വി ആർ ലേണൻ ഡോയിച്ച്. ഈ ഔസാഗെ സെറ്റ്സിനെ നമുക്ക് എങ്ങനെ ഒരു വേഫ്രാഗെ ആക്കാം? വൈ ഡു വി ലേൺ ജർമ്മൻ. എന്തുകൊണ്ടാണ് നമ്മൾ ജർമ്മൻ പഠിക്കുന്നത് എങ്ങനെ ചോദിക്കും? വാറും ലേണൻ വിയർ ഡോയിച്ച്. വാറും ലേണൻ വിയർ ഡോയിച്ച്. ഇനി നമുക്ക് ഇയറിൽ ഒരു എക്സാമ്പിൾ നോക്കാം. യു ഓൾ ആർ ഹാപ്പി എങ്ങനെ പറയും? ഇയർ സൈഡ് ഗ്ലുക്ലിഷ്. ഇനി ഈ ഔസാഗെ സെറ്റ്സിനെ എങ്ങനെ നമുക്കൊരു വേഫ്രാഗെ ആക്കാം? വൈ ആർ യു ഓൾ ഹാപ്പി. എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് എങ്ങനെ ചോദിക്കും? വാറും സൈദിയർ ഗ്ലുക്ലിഷ്. ഇനി നമുക്ക് ക്യാപിറ്റൽ സി അല്ലെങ്കിൽ യു ഫോർമൽ ഒരു എക്സാമ്പിൾ നോക്കാം. അതിനെ ആദ്യം നമുക്കൊരു ഔസാഗെ സെറ്റ്സ് എടുക്കാം. ഐ ആം തോമസ് എങ്ങനെ പറയും? ഇഹ് ബിൻ തോമസ്. ഇനി ഇതിനെ നമുക്കൊരു വേഫ്രാഗെ എങ്ങനെയാക്കാം? ഹൂ ആർ യു. ആരാണ് താങ്കൾ? ഹൂ ആർ യു ഫോർമലാണ്. ആരാണ് താങ്കൾ എങ്ങനെ പറയും? വെർ സിൻഡ് സി. വെർ സിൻഡ് സി. ഇനി സ്മോൾ ലെറ്റർ സി ദേ അല്ലെങ്കിൽ അവറിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ദേ ഡു ദി പ്രോജക്റ്റ്. ദേ ഡു ദി പ്രോജക്റ്റ് എങ്ങനെ പറയും? സി മാഹൻ ദി പ്രോജക്റ്റ്. ഇനി ഇതിനെ വേഫ്രാഗെ എങ്ങനെയാക്കാം? വാട്ട് ഡസ് ദേ ഡു. എന്താണ് അവർ ചെയ്തത്? അപ്പൊ നമുക്ക് അതെങ്ങനെ പറയാം? വാസ് മാഹൻ സി. വാസ് മാഹൻ സി. വേഫ്രാഗെ പ്ലസ് വെർ പ്ലസ് സബ്ജക്റ്റ്.
മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മുടെ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസിലെ 2 പാർട്ട് നമ്മൾ പഠിച്ചു. ഏതൊക്കെ? യാ ഓർഡർ നൈൻ ഫ്രാഗെ പഠിച്ചു, അതിൻ്റെ ഫോർമുല പഠിച്ചു, അത് വെച്ച് 9 സെൻറ്റൻസ് ഉണ്ടാക്കി. രണ്ടാമതായി നമ്മൾ വേ ഫ്രാഗെ പഠിച്ചു, അതിൻ്റെ ഫോർമുല പഠിച്ചു, ഒരു 5 വേ ഫ്രാഗുകൾ പഠിച്ചു, അത് വെച്ചൊരു 9 സെൻറ്റൻസ് ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസ് എഴുതിപ്പോയത് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നമ്മളെല്ലാം ഏകദേശം ഒരേ സെൻറ്റൻസ് തന്നെയായിരുന്നു യൂസ് ചെയ്തത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാനായിട്ടാണ് നമ്മൾ സെയിം സെൻറ്റൻസ് തന്നെ വെച്ചെഴുതിയത്. നിങ്ങൾ എപ്പോഴും ഒരുപാട് ഡിഫറെൻറ്റ് സെൻറ്റൻസുകൾ എഴുതി നോക്കാൻ ശ്രമിക്കുക. അതിനായി ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. മാക്സിമം സെൻറ്റൻസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കുക നമ്മുടെ ഫോർമുലയിലിട്ട്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ സെൻറ്റൻസ് സ്ട്രക്ചറിലെ പാർട്ട് 1. അപ്പോൾ നമുക്ക് പാർട്ട് 2 ആയ ഇമ്പരാറ്റീവ് സൈഡ് സെയിൽ കാണാം. താങ്ക് യു.